വെച്ച് തന്നെ ഇങ്ങനെ മദ്യപിക്കുന്നത് പുതിയ കാര്യമല്ല എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ തലശ്ശേരി കോടതി പരിസരത്ത് വെച്ച് ഇതിനു മുമ്പും കൊടിസുനിയും സംഘവും മദ്യപിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കൊടിസുനിയെ കണ്ണൂരിലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജയിലിൽ നിന്ന് തലശ്ശേരിയിലേക്ക് എത്തിക്കുന്ന സമയത്ത്, കോടതിക്ക് പരിസരത്ത് എത്തിക്കുന്ന സമയത്ത് ഇവരെ ഭക്ഷണം കഴിക്കുന്നതിനായി സമീപത്തുള്ള ഹോട്ടലിലേക്ക് പോലീസുകാർ കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. ഇതിനു മുൻപ് തന്നെ സുനിയുടെ കൂട്ടാളികൾ വാഹനങ്ങളിലെത്തി ഈ ഹോട്ടലിന്റെ പാർക്കിങ്ങിൽ അവിടെ നിൽക്കും. പിന്നീട് ഈ പോലീസുകാർ മാറി നിൽക്കുകയും ഇവർ അങ്ങോട്ട് പോയി അവിടെ വെച്ച് മദ്യപിക്കുകയും പുകവലിക്കുകയും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ഇത് ആദ്യത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒന്നും കാര്യമല്ല എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ എന്ന പേരിൽ ഇവരെ ഈ ഹോട്ടലിന് സമീപത്തേക്ക് എത്തിക്കുന്നതിന്റെ ലക്ഷ്യം തന്നെ പ്രധാനമായും ഇത്തരത്തിൽ ഇവരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനും ഒപ്പം ഇരുന്ന് മദ്യപിക്കുന്നതിനുമൊക്കെയാണ് എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ കർശനമായ നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ഈ കോടതി പരിസരത്ത് വെച്ച് മദ്യപിച്ച സംഭവത്തിൽ കേസെടുക്കാൻ നിയമോപദേശം തേടിയിട്ടുണ്ട് പോലീസ്. കാരണം ഇത് ജയിൽ വകുപ്പിന്റെ പരിധിയിലാണ് വരിക. തടവുപുള്ളി ആയതിനാൽ തന്നെ ജയിൽ വകുപ്പിന്റെ നിയമങ്ങളാണ് പാലിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് പോലീസിന് ഈ വിഷയത്തിൽ കേസെടുക്കാനുള്ള വകുപ്പുണ്ടോ എന്നത് തേടിയാണ് നിയമോപദേശം തേടുന്നത്. മറ്റൊന്ന്, ചില കർശന നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുമെന്നതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. TP കേസ് പ്രതികൾക്ക് എസ്കോർട്ടിന് സീനിയർ ഉദ്യോഗസ്ഥരെ തന്നെ നിയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പലപ്പോഴും ഈ പോലീസുകാർ, ഈ ഡ്യൂട്ടിക്ക് പോകുന്ന പോലീസുകാർ തന്നെ സീനിയർ ഉദ്യോഗസ്ഥരൊന്നും ആകാറില്ല. സിവിൽ പോലീസ് ഓഫീസർമാരും മറ്റുമാണ് ഉണ്ടാകുന്നത്. ഇവരുടെയൊക്കെ രാഷ്ട്രീയ സ്വാധീനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ കർശനമായി ഇവരെ വിലക്കുന്നതിനുള്ള ഒരു തടസ്സമായി നിൽക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇപ്പോൾ സീനിയർ ഉദ്യോഗസ്ഥരെ തന്നെ നിയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. മറ്റൊന്ന്, ഈ കോടതി പരിസരത്തും യാത്രയിലും ഇവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം കൂടുതൽ പോലീസുകാരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്താനുള്ള ഒരു നീക്കം കൂടി നടക്കുന്നുണ്ട്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി വിലങ്ങ് നിർബന്ധമാക്കാനുള്ള ഒരു തീരുമാനം കൂടി പോലീസ് എടുക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ അത്തരത്തിൽ വിലങ്ങണിയിച്ചുകൊണ്ടൊന്നും ഇവരെ കൊണ്ടുപോകുന്ന പതിവ് ഇല്ല. പലപ്പോഴും ഈ വിയ്യൂർ ജയിലിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്തും മറ്റുമായിരുന്നു ഇവർ വന്നിരുന്നത്. ഇപ്പോൾ കണ്ണൂരിലാണ് ഉള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തലശ്ശേരി കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഉൾപ്പെടെ വിലങ്ങ് നിർബന്ധമാക്കാനുള്ള ഒരു തീരുമാനം കൂടി പോലീസ് എടുക്കുന്നുണ്ട്. ഏതായാലും ഈ TP കേസ് പ്രതികളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കാതെ തുടരുമ്പോൾ പോലീസ് ഇനിയെങ്കിലും ഈ പറയുന്ന നടപടികളൊക്കെ കാര്യക്ഷമമായി നടപ്പിലാക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്.